ഒരിക്കലൊരു പിതാവ് തൻ്റെ മകൻ തനിക്ക് ആവശ്യമായ സംരക്ഷണ ചെലവ് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതി മുമ്പാകെ ഒരു ഹർജി സമർപ്പിച്ചു. കോടതി രണ്ട് കക്ഷികളെയും വിചാരണയ്ക്ക് വിളിച്ചു. അവിടെ വെച്ച് മകൻ പറഞ്ഞു, അച്ഛന് ആവശ്യത്തിലേറെ സമ്പത്തുണ്ട്, വരുമാനമുണ്ട്, പ്രതിമാസ വരുമാനമുണ്ട്, അതുകൊണ്ട് ആണ് ഞാൻ കൃത്യമായിട്ട് മറ്റൊരു ചെലവുകൾ കൊടുക്കാതിരുന്നത് എന്നാവശ്യപ്പെട്ടു. പക്ഷെ അച്ഛൻ തൻ്റെ മകൻ തനിക്ക് കൃത്യമായിട്ട്, തൻ്റെ ഏക മകൻ തനിക്ക് കൃത്യമായിട്ട് പ്രതിമാസ സംരക്ഷണ ചെലവ് നൽകണമെന്നും ഏറ്റവും ചുരുങ്ങിയത് 100 രൂപയെങ്കിലും നൽകണം എന്നും ആവശ്യപ്പെട്ടു. അങ്ങനെ ജഡ്ജി വിചാരണയ്ക്ക് ശേഷം 100 രൂപ വെച്ച് എല്ലാ മാസവും അച്ഛന് നൽകണം എന്ന് ഉത്തരവാക്കി. ഉത്തരവ് നൽകിയതിന് ശേഷം ജഡ്ജ് ഈ പിതാവിനെ വിളിച്ച് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ ഒരു 100 രൂപയ്ക്ക് വേണ്ടി സ്വന്തം മകനുമായിട്ട് ഇങ്ങനെ ശഠിച്ചത് എന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു, എനിക്ക് ഇയാൾ എൻ്റെ ഒറ്റ മകനാണ്, ഇയാളെ എനിക്ക് വല്ലപ്പോഴും ബന്ധപ്പെടണം. അദ്ദേഹം ഒരുപാട് തിരക്കുള്ളയാളാണ്. ഈ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും അദ്ദേഹം എന്നെ മറന്നുപോകും. ഈ മറന്നു പോകാതിരിക്കണമെങ്കിൽ മാസത്തിൽ ഈ ഒരു ദിവസമെങ്കിലും കൃത്യമായിട്ട് എന്നെ ഓർമ്മിക്കുകയും എന്നെ വിളിക്കുകയും ഞാനുമായി സംസാരിക്കുകയും ചെയ്യും. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ സംരക്ഷണ ചെലവ് ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഒരു സംഭവമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വന്തം മക്കളുമായുള്ള സാമീപ്യമാണ്, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായുള്ള സാമീപ്യം, വേണ്ടപ്പെട്ടവരുമായുള്ള സമ്പർക്കം അത് കൃത്യമായി ലഭിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം.